ലിറ്റിൽ സ്റ്റാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ആ ഒരു മെന്റാലിറ്റിയോട് കൂടെ ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചെറിയൊരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. ഇത് എപ്പോഴാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. ഇത് റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി അല്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നോക്കാം, നമുക്ക് റീഡിംഗിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്ത് ഉദ്ദേശത്തോടെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ചീറ്റിംഗ് എനർജി ഒന്നും കാണുന്നൊന്നുമില്ല. അവര് വളരെയധികം ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടുന്നത്. അതായത് ശരിക്കും ഒരു വിവാഹ ജീവിതം ഇല്ലെങ്കിൽ വിവാഹ ജീവിതം പോലെ അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ലൈഫ് തന്നെയാണ് അവര് നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, പാരന്റ്സ്, അങ്ങനെ അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, അതുപോലെ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള, അതുപോലെ ഫാമിലി ഒക്കെ ആയിട്ട് വളരെയധികം സൗഹൃദത്തിലൊക്കെ ആയിരിക്കുന്ന അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവര് നിങ്ങളോട് ആഗ്രഹിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ചില വ്യക്തികൾക്കൊക്കെ ഇത് വിവാഹം കഴിഞ്ഞവർ ആവാനും സാധ്യതയുണ്ട്, വിവാഹം കഴിഞ്ഞ വ്യക്തികളാവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച വ്യക്തികളൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരു വിക്ടറി ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി ആഗ്രഹിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത്രയും ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിലൊരു വിജയം തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി, ഫാമിലിയുടെ, ഫ്രണ്ട്സിന്റെ, സൊസൈറ്റിയുടെ എല്ലാം സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് വളരെ ഒരു അവരുടെ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ വാക്കിനും പ്രവൃത്തിക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ട്, ഇമോഷണലി തിങ്ക് ചെയ്യുന്ന ഒരാളല്ല. പ്രാക്ടിക്കലായിട്ട് ഏത് കാര്യമാണെങ്കിലും അതിനെ പ്രാക്ടിക്കലി കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്നാൽ അവർക്ക് വളരെ പ്രാക്ടിക്കലി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വളരെയധികം സ്നേഹം, ദയ, കരുണ, അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ്. അതുപോലെ എല്ലാ സിറ്റുവേഷനെയും എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാനും എല്ലാം ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് കാണുന്നത്. എങ്കിലും കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. യാതൊരു ഒളിവും മറവും ഒന്നും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി വേണം തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അതിന്റെ ഒരു പുതിയ ഒരു തുടക്ക സമയത്ത് ചില എതിർപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിട്ടാണ് കാണുന്നത്. പലരും ഈ ഒരു വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യാതൊരു തരത്തിലുള്ള ചീറ്റിംഗ് എനർജി ഒന്നും കാണുന്നില്ല. ഇത് അങ്ങനെ ഉള്ളവർക്കുള്ള റീഡിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും വളരെയധികം കമ്മിറ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് കരുതി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി പിന്നീട് ചിലരുടെയൊക്കെ ഒരു പ്രേരണ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് മറ്റ് ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം ഈ റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്കപ്പ് വന്നിട്ടുള്ളതായിട്ടാണ്, അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നിങ്ങളുടെ വ്യക്തി
നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മുൻപ് പാസ്റ്റിൽ നിങ്ങളുമായിട്ട് അത്രയധികം വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ചില വ്യക്തികളൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തികളായിട്ടും കാണുന്നുണ്ട്. മാരേജ് കഴിഞ്ഞ വ്യക്തികളെയൊക്കെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തികൾ അവരുടെ ആ ഫാമിലിനെ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള സന്തോഷത്തെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു സമയങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവരിപ്പോ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. 9 ഓഫ് സോർട്സ് എനർജിയാണ്. അതായത് അത്ര അധികം അവർ വേദനിക്കുന്നുണ്ട്, ഡിപ്രസ്ഡ് ആവുന്നുണ്ട്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ അത്രയൊക്കെ ആഗ്രഹിച്ച ബന്ധമാണ്, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം, ആ ഒരു സമയമൊക്കെ അവസാനിച്ചു, ഇനി അതെനിക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് ഇപ്പോ ആ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ഇത് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ഇനി ഇതില് പുതിയതായിട്ടും ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒന്നും വരില്ല എന്നാണ് ഈ വ്യക്തി ഇപ്പോ ഇപ്പോഴത്തെ ഒരു ആ വ്യക്തിയുടെ കറണ്ട് എനർജി ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ടും, അതായത് രാത്രിയിലൊക്കെ ആ വ്യക്തി ഉറങ്ങാതിരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, വേദനിക്കുന്നു, ഇത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വളരെയധികം കരയുന്നു. അതുപോലെ തന്നെ വളരെ മിസ് ചെയ്യുന്നു, ആ നല്ലൊരു മൊമെന്റ്സ് വളരെയധികം മിസ് ചെയ്യുന്നു. അങ്ങനെ വളരെയധികം വിഷമത്തിലൂടെ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് ഇത് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ വ്യക്തി കരുതുന്നത്. അതായത് ഈ വ്യക്തിക്ക് മുന്നോട്ടൊരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, അപ്പോ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കോളും മെസ്സേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്ലോക്ക്ഡ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പില് മുന്നോട്ടൊരു സാധ്യത ഇല്ല എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കരുതുന്നത് ഇനി ഇതിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവര് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഒരിക്കലും സ്വീകരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ അവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ അവരോട് വളരെയധികം ദേഷ്യത്തിലായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അവരെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ് ആണ്. ഈ വ്യക്തി അത്ര അധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അത്രയധികം മാനസിക സംഘർഷത്തിലാണ്. 10 ഓഫ് വാൻഡ്സും 9 ഓഫ് സോർട്സും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയധികം മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോ ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് ഒരു മാറ്റം, ഒരു ആക്ഷൻ, നിലവിലെ എനർജിയിൽ ഒരു മാറ്റം എടുക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ്, ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നാണ് അവര് കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ അത് അവരുടെ തോന്നലാണ്. ഇപ്പൊ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു ഇല്യൂഷൻ തന്നെയാണ്. അവരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗണ്ടറിയാണ്, അവരായിട്ട് അവരെ കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികളിലൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ കെട്ടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് അത്രയധികം ഫാമിലിയില് അത്രയധികം ഉത്തരവാദിത്തങ്ങൾ ഉള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനോ ഒരു ആക്ഷൻ എടുക്കാനോ സാധിക്കാതെ അത്രയധികം വേദനിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പൊ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾ ഇത് എടുത്താൽ മതി. ഓക്കെ, നമുക്കൊരു അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.